ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ 2 സാരീസ് ആണ്. അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ. വന്യമൃഗശല്യം അതിരൂക്ഷമായ നീണ്ടപ്പാറ ചെമ്മൻകുഴി പ്രദേശങ്ങളിൽ 40 ലക്ഷം രൂപ ചെലവഴിച്ച് ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് ആന്റണി ജോൺ MLA അറിയിച്ചു. 3.5 മീറ്റർ ഉയരത്തിലും 3 മീറ്റർ വീതിയിലും ഇരുവശങ്ങളിലേക്കുമാണ് ഫെൻസിംഗ് നിർമ്മിക്കുക. വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്ന നീണ്ടപാറ ചെമ്പൻകുഴി പ്രദേശങ്ങളിൽ 40 ലക്ഷം രൂപ ചെലവഴിച്ച് ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കുന്ന പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് ആന്റണി ജോൺ MLA അറിയിച്ചു. 3.5 മീറ്റർ ഉയരത്തിലും 3 മീറ്റർ വീതിയിലും ഇരുവശങ്ങളിലേക്ക് 1.5 മീറ്റർ അകലത്തിൽ ഹാങ്ങിങ് ഫെൻസിംഗ് ഇടുന്ന നിലയിലാണ് പ്രവൃത്തി. ഏറ്റവും ആധുനിക രീതിയിലുള്ള ഫെൻസിംഗ് ആണ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി ചെമ്പൻകുഴിയിൽ പ്രദേശവാസികൾ പങ്കെടുത്തുകൊണ്ടുള്ള ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ആന്റണി ജോൺ MLA സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ അങ്ങോട്ടും കുറ്റപ്പെടുത്തി പോകേണ്ട ഒരു സാഹചര്യമല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ. പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രം ഈ വിഷയത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുകയില്ല. ഇവിടെ തന്നെ സൂചിപ്പിച്ചു ഏതാണ്ട് 40 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ 5 കിലോമീറ്റർ ദൂരത്തിൽ ഇന്ന് ഈ ഫെൻസിങ് ഫെൻസിങ്ങിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ മുൻപ് ചെയ്തത് പരിശോധിക്കുമ്പോൾ ഏറ്റവും നന്നായി നമ്മളിപ്പോൾ വടാട്ടുപാറയിൽ ചെയ്തിട്ടുണ്ട്. 7-8 കിലോമീറ്റർ ഹാങ്ങിങ് ഫെൻസിങ് അവിടെ ചെയ്തിട്ടുണ്ട്. അത് നല്ല നിലയിൽ തന്നെ അവിടെ ആനകളെ പ്രതിരോധിക്കാൻ, വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ ഇപ്പോൾ അത് അല്ലെങ്കിൽ സ്ഥിരമായി വാർത്തകൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമായിരുന്നു വടാട്ടുപാറ. അപ്പോൾ അവിടെ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിച്ചതിനെ തുടർന്ന് വലിയ കുഴപ്പമില്ലാത്ത നിലയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ സ്ഥാപിച്ചതിൽ നിന്ന് കുറേ കൂടി വ്യത്യസ്തമായിട്ടാണ്, കുറച്ചുകൂടി വിശുദ്ധതയായിട്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഫോട്ടോ കണ്ടല്ലോ, 2 സൈഡിലേക്കും ഒരു T ഷേപ്പിൽ 2 സൈഡിലും ഫെൻസിങ് ഹാങ്ങിങ് ഫെൻസിങ് വരുന്ന നിലയിലാണ്. അപ്പോൾ നല്ല നിലയിൽ തന്നെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രിയപ്പെട്ട കർഷകരുടെ കൃഷിഭൂമിയിലൂടെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു വരുമ്പോൾ എല്ലാവരുടെയും ഒരു സഹകരണം നമുക്ക് അതിനകത്തുണ്ടാവണം. അതാണ് നമ്മൾ ഈ മീറ്റിംഗ് കൊണ്ട് പ്രധാനമായി ഉദ്ദേശിച്ചത്. ഇവിടെ ഒരുപാട് ഇടപെടലുകളും അതിൻ്റെ തുടർച്ചയിൽ നമുക്ക് ഇപ്പോൾ കേവലം 1-2 ദിവസങ്ങൾ കൊണ്ടുണ്ടായ ഒരു വിഷയമല്ല. കർഷകരെ സംബന്ധിച്ചാണെങ്കിൽ അവർ അധ്വാനിക്കുന്നതൊന്നും അതിൽ നിന്ന് വിളയുന്നതൊന്നും വിളവെടുക്കാൻ കഴിയാത്ത നിലയിൽ രൂക്ഷമായ ഒരു സാഹചര്യമാണ് ഈ മേഖലയ്ക്കകത്ത് ഉള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM കണ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹരീഷ് രാജൻ, സൈജൻ ചാക്കോ, നേരിമംഗലം റേഞ്ച് ഓഫീസർ ഷഹനാസ് KF എന്നിവർ പങ്കെടുത്തു. ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കുന്ന പ്രവൃത്തി കാര്യക്ഷമമായും സമയബന്ധിതമായും പൂർത്തീകരിക്കാൻ ജനങ്ങളുടെ പൂർണ്ണ സഹകരണം വേണമെന്നും MLA പറഞ്ഞു. ഓണം വരുന്നേ! ഈ ഓണത്തിന് പാം ടൈൽസ് പാർക്കിൽ ഓഫറുകളുടെ മഹാത്ഭുതം. പാം ടൈൽസ് പാർക്ക്, പായിപ്ര റോഡ്, ചെറുവട്ടൂർ ആൻഡ് ബൈപ്പാസ് റോഡ്, കോതമംഗലം.